ഹലോ ഹായ് എവരി വൺ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കിയയുടെ ഒരു 7 സീറ്റർ സെഗ്മെൻറ്റിൽ വരുന്ന വെഹിക്കിളാണ് ക്ലാവിസ് എന്ന് പറയുന്നത്. ഇപ്പോൾ അതിൻ്റെ ഒരു EV ലോഞ്ച് ആയിട്ടിരിക്കുകയാണ്. അതായത് മാസ് മാർക്കറ്റിൽ കിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫസ്റ്റ് EV 7 സീറ്റർ വെഹിക്കിളാണ് കാരൻസ് ക്ലാവിസ് EV. നമുക്ക് 2 ബാറ്ററി പാക്കിലാണ് കാരൻസ് ക്ലാവിസ് EV വരുന്നത്. ഒന്ന് 42 കിലോ വാട്ട് ബാറ്ററി പാക്കും പിന്നെ 51.4 കിലോ വാട്ട് ബാറ്ററി പാക്കും. 42 കിലോ വാട്ടിന്റെ ബാറ്ററി പാക്ക് വരുമ്പോഴത്തേനും നമുക്ക് 404 കിലോമീറ്റർ റേഞ്ചും അതുപോലെ തന്നെ 51.4 കിലോ വാട്ടിന്റെ ബാറ്ററി പാക്ക് വരുമ്പോഴത്തേനും നമുക്ക് 490 കിലോമീറ്റർ റേഞ്ചും നമുക്ക് കിട്ടും. നമ്മുടെ ചാർജിങ് പോർട്ടും കാര്യങ്ങളും വരുന്നത് ഇതേപോലെ ഫ്രണ്ടിലാണ്. നമുക്ക് AC ആൻഡ് DC ചാർജിങ് പോർട്ട് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ എയറോ ഫ്ലാപ്സ് വരുന്നുണ്ട്, LED ഫോഗ് ലാംപ്സ്, LED ഹെഡ് ലാംപ്സ്, അതുപോലെ തന്നെ LED കണക്റ്റഡ് DRLസും കാര്യങ്ങളും നമുക്ക് ഇതിന്റെ ഫ്രണ്ടിൽ തന്നെ കിട്ടുന്നുണ്ട്. EV സ്പെസിഫിക് ആയിട്ടുള്ള ഒരു എയറോ വീൽസ് ആണ് വരുന്നത് 17 ഇഞ്ചിന്റെ. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണെങ്കിൽ നമുക്ക് 200 mm ഗ്രൗണ്ട് ക്ലിയറൻസ് കാര്യങ്ങൾ നമുക്ക് ഇതിന് കിട്ടുന്നുണ്ട്. തേർഡ് റോളിട്ട് വരുമ്പോൾ കിട്ടുന്ന കുറച്ച് സ്റ്റാൻഡേർഡ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ AC വെന്റ്, 2 Type C ചാർജിങ് പോർട്ടുകൾ, അതുപോലെ തന്നെ കപ്പ് ഹോൾഡേഴ്സ് 2 സൈഡിലും. പിന്നെ സീറ്റിൻ്റെ കാര്യത്തിൽ റിക്ലൈനിങ് ആൻഡ് എ ബിഗ് ലെഗ് സ്പേസ്. സെക്കൻഡ് റോയിൻ്റെ കംഫർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഫസ്റ്റ് പറയേണ്ട തന്നെ ഇതിൻ്റെ ഈ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ലെഗ് സ്പേസ് ആണ്. പിന്നെ അതുപോലെ തന്നെ കിട്ടുന്നൊരു ഫംഗ്ഷനാണ് ഇങ്ങനെ റിക്ലൈൻ ചെയ്ത് നല്ല ലോങ് ഡ്രൈവൊക്കെ സുഖമായിട്ടിരുന്ന് പോവാം. നമുക്ക് സെക്കൻഡ് റോയിലോട്ട് വരുമ്പോഴത്തേനും കുറച്ച് സ്റ്റാൻഡേർഡ് ഫീച്ചേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് സെക്കൻഡ് റോയിൽ AC വെൻറ്റ്, അത് കൺട്രോൾ ചെയ്യാൻ ഫാൻ സ്പീഡ് റെഗുലേറ്റർ, പിന്നെ റിയർ സൺഷെയ്ഡ് കർട്ടൻസ്, അതുപോലെ തന്നെ ഏറ്റവും രസകരമായൊരു ഫീച്ചറാണ് ഇലക്ട്രിക് ടംബിൾ സ്വിച്ച്. എല്ലാ സീറ്റ്സും റിക്ലൈൻ ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ ഇത് നമുക്ക് സ്ലൈഡ് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളും നമുക്കിതിന് വരുന്നുണ്ട്. നമുക്ക് ഈ സൈഡിൽ ടംബിൾ സ്വിച്ച് വരുന്നില്ല, ബട്ട് ഈ സീറ്റ് നമുക്ക് മടക്കണം. ഒരു ആക്സസ് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യണം. എങ്ങനെ ചെയ്യും? ജസ്റ്റ് ഈ ലിവർ പിടിച്ച് ഇതേപോലെ ഒന്ന് വലിച്ചാൽ മാത്രം മതി. നമ്മൾ ലോങ് ഡ്രൈവ്സൊക്കെ പോകുമ്പോഴത്തേനും നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ നമ്മുടെ ഓഫീസ് വർക്ക് കാര്യങ്ങളൊക്കെ ഒരു ടാബിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ യൂസ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ നമുക്ക് ഒരു കംഫർട്ടായിട്ട് കാറിൻ്റെ അകത്തിരുന്ന് ഭക്ഷണം കഴിക്കണം തോന്നും. വി ഹാവ് എ ബാക്ക് സീറ്റ് റിട്രാക്റ്റബിൾ ടേബിൾ. ഒരു 3.5 kg വരെ താങ്ങാൻ സാധിക്കുന്ന ഒരു ടേബിളാണിത്, വിത്ത് എ കപ്പ് ഹോൾഡർ ടു. ഇത്രയും വലിയൊരു ക്യാബിനാണ്, നമുക്ക് കുറച്ച് എയർ ക്വാളിറ്റി കൂട്ടണം. വി ഹാവ് എ സ്മാർട്ട് എയർ പ്യൂരിഫയർ ഹിയർ. നമുക്ക് സെക്കൻഡ് റോയിൽ ഇതേപോലെ ഒരു 250 വോൾട്ടിൻ്റെ ഒരു ചാർജിങ് പോർട്ടും അതുപോലെ തന്നെ 2 Type C ചാർജിങ് പോർട്ടും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. ഈ സെക്കൻഡ് റോയിൽ എനിക്ക് വലിയ കാര്യത്തിൽ ലെഗ് സ്പേസ് കിട്ടുന്നില്ല. എന്നാൽ നമ്മുടെ ഫ്രണ്ടിൽ ഒരു പാസഞ്ചർ ഇല്ല താനും. എനിക്ക് ഈ സീറ്റ് ഫ്രണ്ടിലോട്ട് നീക്കണം. എന്ത് ചെയ്യും? വി ഹാവ് എ വാക്ക് ഇൻ ലിവർ ഹിയർ. നമ്മുടെ EV ഓൺ ചെയ്യാനായിട്ട് നമുക്കിവിടെയാണ് സ്വിച്ച് വരുന്നത്. നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ട് ഈ EVയിൽ നീക്കി കഴിഞ്ഞാൽ നമ്മുടെ ക്ലസ്റ്ററും മീഡിയ കൺട്രോളും വെഹിക്കിളും ഓൺ ആയി കഴിഞ്ഞു. വി ആർ റെഡി ടു ഗോ. നമ്മളിതുപോലെ ഡ്രൈവിംഗ് സീറ്റിലോട്ട് വരുമ്പോഴത്തേനും നമുക്ക് കിട്ടുന്നത് ഒരു ഡബിൾ ടീക്കഡ് ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ് വീലാണ്. നമ്മുടെ ക്രൂസ് കൺട്രോൾ, അതുപോലെ ലെയിൻ അസിസ്റ്റ്, മീഡിയ കൺട്രോൾസ്, ഇതെല്ലാം നമുക്ക് ഇതുപോലെ സ്റ്റിയറിംഗ് മൗണ്ടഡ് ആയിട്ട് നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് ഡ്രൈവ് മോഡ്സും റീജനറേഷൻ്റെ ഒരു പാഡൽ ഷിഫ്റ്റേഴ്സും നമുക്കിവിടെ കിട്ടും. നമുക്ക് ടെമ്പറേച്ചർ ആൻഡ് മീഡിയ സ്വാപ്പ് ചെയ്യാനുള്ള ടച്ച് സ്ക്രീനിൻ്റെ ഒരു പാനലാണിത്. നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് AC കൺട്രോളും, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മീഡിയ കൺട്രോൾസും ആക്സസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ സ്ക്രീനിലോട്ട് വരുമ്പോൾ നമുക്ക് EVക്ക് വേണ്ടി സ്പെഷ്യലി ഒരു ഫീച്ചർ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിതേപോലെ നമ്മുടെ AC ഓൺ ചെയ്തിട്ട് എത്ര കിലോമീറ്റർ റേഞ്ച് നമുക്കിതിന് കിട്ടുന്നുണ്ടെന്ന് കാണാൻ പറ്റും. ഇനിയിപ്പോൾ AC ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിലോമീറ്റർ റേഞ്ച് ഇവിടെ കിട്ടുമെന്നും കാണാം. നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കണ്ടോ, AC ഓഫ് ആയതോടെ നമുക്ക് ഇത്രയും കിലോമീറ്റർ റേഞ്ച് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഫ്രണ്ട് 2 സീറ്റിൻ്റെയും വെന്റിലേഷൻ്റെ സ്വിച്ചസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ പാർക്കിംഗ് സെൻസേഴ്സ് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുള്ള സ്വിച്ച്. അതുപോലെ തന്നെ റണ്ണിങ് ടൈമിൽ നമുക്ക് ക്യാമറ ആക്സസ് ചെയ്യണോ, നമ്മൾ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. അതുപോലെ തന്നെ ഓട്ടോ ഹോൾഡ്, ഹിൽ സ്ലോപ്പ് അസിസ്റ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ നമുക്ക് റിട്രാക്റ്റബിൾ കപ്പ് ഹോൾഡേഴ്സും കിട്ടും. നമുക്ക് സ്പീക്കേഴ്സിലോട്ട് വരുമ്പോഴത്തേനും ബോസിൻ്റെ പ്രീമിയം സ്പീക്കേഴ്സാണ് നമുക്ക് ക്ലാവിസ് EVയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്കിനി കാരൻസ് ക്ലാവിസ് EVയുടെ ബൂട്ട് സ്പേസ് ഒന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് തേർഡ് റോ ഫോൾഡ് ചെയ്ത് തന്നെ 216 ലിറ്റേഴ്സിൻ്റെ ബൂട്ട് സ്പേസ് നമുക്ക് അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഇതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു ബൂട്ട് സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് റോയും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതും കൂടെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഫ്ലാറ്റ് ബെഡ് എന്ന രീതിയിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാം.
അങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് അപ് ടു 1500 ലിറ്റേഴ്സിൻ്റെ വരെ ബൂട്ട് സ്പേസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് കിയ കാരൻസ് ക്ലാവിസ് EV-നെ കുറിച്ച് പറയാനുള്ളത്. ബാക്കി നിങ്ങൾ നേരിട്ട് വന്ന് കണ്ടു മനസ്സിലാക്കൂ. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഇൻജോർ കിയ നെറ്റ്വർക്ക്. ബൈ.